Hello guys, welcome back to my channel. നമ്മളതൊന്നും കാര്യമാക്കണ്ട ഗൈസ്. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് പാക്കിംഗ് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ. പക്ഷെ കോമഡി എന്താ വെച്ചാൽ എനിക്ക് ബാഗ് കിട്ടിയിട്ടില്ല. ബാഗ് എൻ്റെ ഫ്രണ്ട് എൻ്റെ നിന്ന് മേടിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് കൊണ്ട് തന്നിട്ടില്ല. അപ്പോൾ ബാഗ് കൊണ്ട് തരുമ്പോഴേ എനിക്ക് പാക്കിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതുവരെ പാക്കിങ് ചെയ്തില്ല. നാളെ ഞാൻ പോകുന്നു, നാളെ ഉച്ചയ്ക്ക് പോകും. അപ്പം പാക്ക് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഡ്രസ്സൊന്നും എടുത്ത് വെക്കാനേ ഉള്ളൂ, വേറെ പാക്കിംഗ് ആയിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ അതുണ്ടല്ലോ. അപ്പം ഇന്ന് ഇവിടെ കുറച്ച് ഡ്രസ്സുണ്ട്, പിന്നെ വേറെ സ്ഥലത്ത് കുറച്ച് ഡ്രസ്സുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പാക്ക് ചെയ്തിട്ട് വേണം അവിടെ പോയിട്ട് പാക്ക് ചെയ്യാൻ. അപ്പോൾ എന്താ വെച്ചാൽ ബാഗ് വേണം, ബാഗ് കിട്ടിയാലേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതന്നെ. അപ്പം ഞാൻ ഉറങ്ങി എണീച്ചിട്ടുള്ളതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഒത്തിട്ടിട്ടില്ല, ലിപ്സ്റ്റിക് പോലും ഇട്ടിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയാൻ വന്ന നമ്മൾ പാക്ക് ചെയ്യുന്ന വ്ളോഗാണിത്. പാക്കിംഗ് വ്ളോഗ് ആയിരിക്കും. അതിനാദ്യം ബാഗ് കിട്ടണം. ബാഗ് കിട്ടിയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കറണ്ടും പോയി എന്താ പറയുക, മഴയും രണ്ടും കൂടെ എന്നെ പണി പറ്റിച്ചു ഗൈസ്. പക്ഷേ നമ്മളെ പാക്കിങ് എന്ത് വ്ളോഗ് എടുക്കണ്ടേ പറഞ്ഞില്ലേ, പാക്കിങ്ങിൻ്റെ വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ച്. ഇവിടെ വേറെ എന്താ പറയുക, വെളിച്ചം ഒന്നുമില്ല. ഒന്നാമത് മഴ മൂടിയിട്ടും ഇതൊക്കെ പോക്കി കലയിട്ടു. അതായാലും അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ. അപ്പോഴും അങ്ങനെയാണ്. എൻ്റെ മുഖമൊന്നും ക്ലിയർ അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അതല്ല എന്താ പറയാൻ വന്ന വ്ളോഗ്. എന്താ വ്ളോഗ് വെച്ചാൽ ഞാൻ നാളെ കൊച്ചി പോവാണ്. നാളെ ഉച്ചയ്ക്ക് ആണ് പോകുന്നത്. ഉച്ചയ്ക്കാണ് ട്രെയിന്. പക്ഷെ ഇതുവരെ ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. രാവിലെ വിചാരിക്കുന്നുണ്ട് എടുത്ത് വെക്കണമെന്ന്. ഉച്ചയ്ക്ക് ബാഗ് കിട്ടിയെങ്കിൽ ബാഗ് ഉച്ചയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. വീട്ടിൽ പോയിട്ടും കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി വീട്ടിൽ പോയിട്ട് മൊത്താകെ പാക്ക് ചെയ്താലോ. അപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാനുള്ള മൂടേ പോയി. എന്തൊക്കെയാണ് വെക്കേണ്ടത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം എടുത്ത് വെക്കണം. പക്ഷേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പോലും അറിയില്ല. 14 ദിവസമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പോകുന്നത് കൊച്ചിയിലേക്ക്, അത് പറയാൻ വിട്ടു, സോറി. ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നത് ഇൻറ്റേൺഷിപ്പിനാണ്. 14 ദിവസം അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള കുറച്ച് കുപ്പായം മാത്രം മതി. പിന്നെ കുപ്പായും യൂണിഫോമും പിന്നെ വേണ്ട കുറച്ച് സാമഗ്രികളും അത്രയും ഞാൻ വെക്കുന്നുള്ളൂ. അവിടെ പോയിട്ട് പാക്ക് ചെയ്യാം. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാം, മീൻസ് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ആ മൊത്തം കൊണ്ടുപോയിട്ട് അവിടുന്ന് പാക്ക് ചെയ്യാം. അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് ഞാൻ പാക്ക് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് പാക്കിങ്ങിലോട്ട് തുടങ്ങാം. ഓക്കെ, ബാ. ഇതിൽ വലിയ വൃത്തി ഉണ്ടാവില്ല, കാരണം വെളിച്ചില്ലാത്തതിനെ കൊണ്ട് വൃത്തി ഉണ്ടാവില്ല. ചിലപ്പോൾ സൗണ്ട് കമ്മി ഉണ്ടാവും. ഒക്കെ ഇങ്ങനെ ക്ഷമിക്കുക, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ, മേക്കപ്പിൻ്റെ സാധനങ്ങളാണ്. അതൊന്നും ഞാൻ ഒക്കെ ലാസ്റ്റ് എടുത്ത് വെക്കുള്ളൂ. ഇതൊക്കെ ലാസ്റ്റ് എടുത്ത് വെക്കുന്ന സാധനങ്ങളാണ്. ഇത് ബാഗിലിടാം, ചെറിയ ഹാൻഡ് ബാഗിലിടാം. ഞാൻ മടക്കി വെക്കുന്നൊന്നും കാണില്ലല്ലോ, നന്നായി. ഓക്കെ, ഇത് എൻ്റെ പഴയ യൂണിഫോമാണ്. അപ്പോൾ ഈ യൂണിഫോം കൊണ്ടുപോകണ്ടേന്ന് ആലോചിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ പുതിയ യൂണിഫോം മേടിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ പുതിയ യൂണിഫോം മേടിച്ച വെച്ചാൽ അവിടെ പോകുന്നതിനെ കൊണ്ടല്ല, പൊതുവേ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ആ യൂണിഫോം ഇടാന്നുള്ളൊരു മൈൻഡിൽ മേടിച്ചാണ് ഇന്നലെ യൂണിഫോം കാണിച്ചത്. യൂണിഫോം എന്താ കളർ പോണേ? അതെ, ഇതാണ് യൂണിഫോം. കോട്ട്, എനിക്ക് കോട്ട് സ്മോൾ മതി. അതെന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഷർട്ട്, ഇതൊക്കെ റെഡിമെയ്ഡ് മേടിച്ചാട്ടോ, കാരണം സമയമില്ലല്ലോ. പാൻറ്റും ഉണ്ടായിരുന്നല്ലോ, ഈശ്വര. അപ്പം ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ വെച്ചാലോ എന്ന് വിചാരിക്കുന്നത്.
എന്നാൽ പിന്നെ ചുളിയൂലല്ലോ. ഇസ്തിരി ഇടണ്ടല്ലോ. ഞാൻ അവിടെ പോയിട്ടേക്ക് മടി ഇസ്തിരി ഇടാനൊക്കെ. നോക്കിക്കോ, ഐശ്വര്യ ചിലപ്പോൾ ഇസ്തിരിപ്പെട്ടി ഉണ്ടാവില്ല, വിചാരിച്ച് ഇസ്തിരിപ്പെട്ടി ഇടക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനത്തെ ടീമാണ്. പക്ഷേ ഇന്ന് പാൻറ്റും ഉണ്ട്. പാൻറ് യൂണിഫോം പാൻറ് അല്ല കേട്ടോ. ഈ പാൻറ് ഓഫീസ് പാൻറ്. ഞാൻ ഇങ്ങനത്തെ പാൻറ് മേടിക്കാൻ കുറേ വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും നോക്കിയില്ല, ഈ പാൻറ്റിൻ്റെ മതി വിചാരിച്ചു. എന്നാൽ പിന്നെ എനിക്ക് പുറത്തേക്ക് വിടാം. ഗൈസ് വെളിച്ചക്കമ്മിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പാക്കിങ് വലിയ വ്ളോഗൊന്നും ആക്കൂല, കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുത്ത് വെക്കാനുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാ ഇത്ര ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുള്ളൂ, പിന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളൂ, പിന്നെ അലമാരിന്ന് കുറച്ച് എടുക്കാണ്ട് അത്രയുള്ളൂ. അപ്പം വലിയ വ്ളോഗൊന്നും ആക്കിയില്ലെങ്കിൽ കുറച്ച് കുഞ്ഞ് ഒരു വ്ളോഗ്. പിന്നെ കുറച്ച് ആൾക്കാർ നിർദ്ദേശമുണ്ട്, എന്താ പറയുക, 2 മിനിറ്റ് വീഡിയോ 1 മിനിറ്റ് വീഡിയോ ഇടരുത്, ഒരു 10 മിനിറ്റെങ്കിലും വേണം. 10 മിനിറ്റൊന്നും ഈടുണ്ടാവില്ലെങ്കിലും കുറച്ചൊക്കെ ഇടാൻ വെച്ചു. ഓക്കെ, തൽക്കാലം ഇവിടെ വെക്കാം. വേറെ സ്ഥലമില്ല. ഓക്കെ, ഒരു കട്ടിങ് കൂടി താഴത്തോട്ടാക്കാം. ഇനി എനിക്ക് വലിയ സംഭവങ്ങളൊന്നും എടുത്ത് വെക്കാനില്ല. ആദ്യം കുറച്ച് മരുന്നൊക്കെ ഉണ്ട്. ഞാൻ അവിടുന്ന് സൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. സൗണ്ട് ഈ ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവേ. അവിടുന്ന് കിളികൾ ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് സാമഗ്രികൾ പ്രശ്നം കൊണ്ടും കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ വെച്ചാൽ ലൈറ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ പേഴ്സ് ഉണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ഇത് ഈ സാധനം എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ തന്നതാ. ഇത് ഇതുവരെ യൂസ് ചെയ്തില്ല. ഇത് ഓർമ്മയ്ക്ക് വെക്കും, എടുക്കൂല, സാധനം എടുക്കൂല. പെർഫ്യൂമാണ്. ഓ, പിന്നെ ഒരുപാട് മരുന്നുണ്ടേ. ഇത് മൊത്തം മരുന്നാണ്. ഇതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ഇത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഒക്കെ സാധനങ്ങൾ, ബ്രഷ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യല്ലോ. കണ്ണാടി വെറുതെ കുറച്ച് ബില്ലൊക്കെ. ഓക്കെ ഗൈസ്, ബാഗ് അത്രയ്ക്കുള്ളൂ. ബാഗ് നമ്മൾ നോക്കട്ടെ. ഡ്രസ്സാണ് നോക്കട്ടെ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വേർത്ത് എന്തൊരു ചൂടാ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കണ്ടോ. നിൻ്റെ മരുന്ന് കുറേ മരുന്നുണ്ട്, കുറേ മരുന്നുണ്ട്. ഞാൻ മരുന്നൊക്കെ ഒന്ന് കുടിക്കണം, എന്നിട്ട് അത് നാളെ എടുത്ത് വെക്കും ഞാൻ. അതേപോലെ അതേ ഉള്ളൂ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് ഉറങ്ങാം. നാളെ രാവിലെ പോകണം. ഷീലോട്ടുള്ള പോകുന്ന ബ്ലോഗിൽ കാണാം. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അയ്യോ, ഫോളോ ചെയ്യാം. ഫോളോ അല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.